സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പറഞ്ഞ് ഇപ്പൊ ഗാസയില് ഇല്ലാത്ത പട്ടിണി മാത്രമായി ഇന്റർനാഷണൽ മീഡിയയിലെ വിഷയം. ഗാസയിലെ യുദ്ധം മാഞ്ഞു. ഹമാസ് 2023 ഒക്ടോബർ 7 അവിടെ ഇസ്രായേലിൽ കയറി കാണിച്ച അക്രമങ്ങൾ മാഞ്ഞു, എല്ലാം മാഞ്ഞു. ഗാസയിലെ പട്ടിണി മാത്രമാണ് ഇന്ന് എല്ലാ മീഡിയയിലെയും പ്രധാനപ്പെട്ട വിഷയം. വാസ്തവത്തിൽ ഈ യുദ്ധം ഇതൊരു ഇൻഫർമേറ്റീവ് യുദ്ധമാണ്. പണ്ട് ഗീബൽസിന്റെ തന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു നുണ പലവട്ടം പറഞ്ഞ് നുണയെ സത്യമാക്കുന്ന പരിപാടിയാണ് ഗാസയിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇത് 200 കോടി മുസ്ലിങ്ങളും 1.6 കോടി 1,60,00,000 ജൂതന്മാരും തമ്മിലുള്ള ലോകത്തിലെ ഒരു ഇൻഫർമേഷൻ യുദ്ധത്തിന്റെ ഭാഗം കൂടിയാണിത്. 200 കോടി വായിലൂടെ ഇസ്ലാമിക ലോകത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗാസയിൽ പട്ടിണിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ക്രൂര സമൂഹം ഗാസയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, മനുഷ്യരെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിർത്തുന്നു, അവർക്കൊന്നും കൊടുക്കാതിരിക്കുന്നു. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുകയും ആ യുദ്ധം ചെയ്യുന്ന രാജ്യത്ത് കൊണ്ടുപോയി ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടോ? ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, വേൾഡ് വാറുകൾ അടക്കം നടന്നിട്ടുണ്ട്. ശത്രു രാജ്യത്ത് പോയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗാസയിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. ഇസ്രായേൽ ഗാസയിലെ ഹമാസുമായി യുദ്ധം ചെയ്യുമ്പോഴും ഗാസയിലെ ജനത്തിന് ഭക്ഷണം കൊടുക്കുന്ന ഇസ്രായേലാണ്. അവിടെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുറന്ന് അവിടെ ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഭക്ഷണം കിട്ടുന്നവര് അവിടെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി ഹമാസിന്റെ പ്രവർത്തകർ അവിടെ വന്ന് വെടിവെപ്പും കാര്യങ്ങളും നടത്തി അവരുടെ എതിർ ഗ്രൂപ്പുകളുമായി യുദ്ധത്തിലേർപ്പെട്ട് മരണങ്ങൾ സൃഷ്ടിക്കുകയും കുറെ ആളുകളെ ഭീതിപ്പെടുത്തി ഓടിക്കുന്നുമുണ്ട്. എന്നാലും അവിടെ പട്ടിണി ഇപ്പോഴും ബാക്കിയില്ല. കാരണം ചിത്രങ്ങൾ തന്നെ അത് വ്യക്തമാക്കും. ഇവര് സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു കഴുകൻ ഒരു കുഞ്ഞിന്റെ മുമ്പിലിരിക്കുന്ന ഒരു പട്ടിണിക്കോലത്തിന്റെ ഒരു ചിത്രമെടുത്ത് ലോകം മുഴുവൻ പ്രദർശിപ്പിച്ച ഒരു സംഗതിയുണ്ട്. അതൊരു റിയൽ ഫോട്ടോഗ്രാഫാണ്. ഇവിടെ കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഒരു പട്ടിണിക്കോലത്തെ എടുത്ത് ഒരു ശിശുവിനെ, എല്ലും തോരുമായി മാറിയ ഒരു ശിശുവിനെ എടുത്ത് ലോകത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ച് ഇവര് അവിടെ ഗാസയിൽ മുഴുവൻ പട്ടിണിയാണ് എന്ന് പറഞ്ഞ് പരത്തുന്നതിലെ ആ ചിത്രം വാസ്തവത്തില് ഈസ് എ ബോയ് സഫറിംഗ് ഫ്രം കൺജീനിയൽ ഡിസീസ് ഹു ഈസ് കറന്റ്ലി ഇൻ ഇറ്റാലിയൻ ഹോസ്പിറ്റലില് കൺജീനിയൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ശരീരം ഇങ്ങനെ പൂർണ്ണമായും മെലിഞ്ഞുപോയി എല്ലും തോലുമാകുന്ന ഒരു ആൺകുട്ടിയുടെ ചിത്രം എടുത്തിട്ടാണ് ഇവര് ഗാസയിലെ പട്ടിണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായിട്ടുള്ളത്. ഇത് ബ്രിട്ടീഷ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഡേവിഡ് കൊളീലിയർ എന്ന് പറയുന്ന ഒരാള് BBC-യിലെ തന്നെ ആളാണ്. BBC-യിൽ തന്നെയാണ് ആദ്യം ഈ ചിത്രം വന്നത്. ഈ പട്ടിണി ചിത്രം വന്നത് BBC-യിൽ തന്നെയാണ്. അപ്പൊ ഇസ്രായേൽ ക്രിട്ടിസൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ BBC-യിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഡേവിഡ് കൊളീലിയർ ഈ ചിത്രത്തിന്റെ പുറകെ പോവുകയും അവസാനം അവര് തന്നെ ആ ചിത്രത്തിന്റെ സത്യാവസ്ഥ പുറത്തുവിടുകയും ചെയ്തു. ഈ പയ്യൻ കൺജീനിയൽ ഡിസീസ് വന്ന് ഒരു ഇറ്റാലിയൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള പയ്യനാണ്. അവന്റെ പടം എടുത്തിട്ടാണ് ഇവിടെ ഗാസയിലെ പട്ടിണിയാണെന്ന് പറയുന്നത്. പിന്നീട് ഇവര് പുറത്തുവിട്ട എല്ലാ പടങ്ങളും അനലൈസ് ചെയ്ത ആളുകൾ മുഴുവൻ പറഞ്ഞു ഇത് ഗാസയിലെ ആളുകളുടേതല്ല. കാരണം അവിടുത്തെ റേസ് ഓഫ് പീപ്പിളിൻ്റെതല്ല ഈ പുറത്തുവിടുന്ന ചിത്രങ്ങൾ. പക്ഷേ ലോകത്തിലെ സാധാരണ മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് എന്ത് താല്പര്യം? അവർ പത്രത്തിലെ പടം എടുത്ത് കാണുന്നു, അയ്യോ ഗാസയിൽ ഇവന്മാർ ഈ പണിയാ ചെയ്യുന്നല്ലേ. അപ്പൊ ലോകത്തിൽ മുഴുവൻ ഈ പ്രശ്നം വരികയും യൂറോപ്പ് ഭയങ്കരമായിട്ട് ഇസ്രായേലിനോട് പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെ യൂറോപ്പിലെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും മാൾട്ടയും ഒക്കെ അങ്ങ് കിടക്കുന്ന കാനഡയും ഒക്കെ ഉടനെ തന്നെ ഞങ്ങൾ പാലസ്തീനെ അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഉടനെ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് നേരെ വാളെടുക്കുന്നു. അപ്പൊ ഇത് ഇൻഫർമേഷൻ, ഒരു മിസ്ഇൻഫർമേഷൻ, ഒരു തെറ്റായ വാർത്ത, അതിന് അങ്ങേയറ്റത്തെ വിശ്വാസം നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ പത്രങ്ങളിലൊക്കെ നിരന്തരമായി വരുന്ന ഹെഡിങ്ങുകൾ ഇടതുപക്ഷത്തിനും ഇസ്ലാമിസ്റ്റുകൾക്കും സ്വാധീനമുള്ള എല്ലാ പത്രങ്ങളിലും വരുന്ന വാർത്തകൾ ഇത് തന്നെയാണ്. അതായത് പട്ടിണിയാണ് റിട്ടോറിക്. അപ്പൊ ഈ ഒരു റിട്ടോറിക് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഇത്ര കഠിനമായ വിമർശനവുമായി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇന്നലെ ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ ഗദയോൻ സാർ ഇന്നലെ ഒരു പ്രസ്താവന ലോകത്തോട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വി കനോട്ട് ബി ദ ചെക്കോസ്ലോവാക്കിയ ഓഫ് ദ 21st century എന്നാണ്. ഇതേ പ്രസ്താവന ആരിയൽ ഷാരോൺ 2000 ആണ്ടില്
അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനോടും പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലം നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഇസ്രായേൽ വുഡ് നോട്ട് ബി ദ ചെക്കോസ്ലോവാക്കിയ ഓഫ് 21st സെഞ്ചുറി എന്നാണ്. അപ്പൊ ഇത് എന്താണ് ഈ ചെക്കോസ്ലോവാക്കിയ ഓഫ് 21st സെഞ്ചുറി എന്നുള്ള ഈ പ്രസ്താവനയുടെ അടിസ്ഥാനം? ചെക്കോസ്ലോവാക്കിയ ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ജർമ്മനി ഇങ്ങനെ യൂറോപ്പിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി അഗ്രസീവായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഹമാസ് കാണിക്കുന്ന അതേ പണി ജർമ്മനി യൂറോപ്പിന് നേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ജർമ്മനി ഈ ചെക്കോസ്ലോവാക്കിയയിലെ ഒരു പ്രത്യേക പ്രദേശം, അതിന്റെ പേര് സുഡറ്റ്ലാൻഡ് എന്നാണ്, ചെക്കോസ്ലോവാക്കിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രദേശം. ആ പ്രദേശം ജർമ്മനിയുടേതാണെന്ന് അവര് അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ പാലസ്തീനു വേണ്ടി ഈ ഹമാസ് അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ അറബികൾ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ചെക്കോസ്ലോവാക്കിയയുടെ ഒരു ഭാഗം ഞങ്ങളുടേതാണ് എന്ന് ജർമ്മനി അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ ഈ കഷ്ണം ഇവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവരുടെ ഈ ആർത്തി അങ്ങ് തീർത്തേക്കാം എന്ന് വിചാരിച്ച് അന്ന് യൂറോപ്പിലെ ലീഡിംഗ് നേഷനായിട്ടുള്ള ഇറ്റലിയും ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ചെക്കോസ്ലോവാക്കിയെ നിർബന്ധിച്ച് ജർമ്മനിയുമായി ഒരു കരാറിലെത്തുന്നു. 1938 ഈ സംഭവം. അങ്ങനെ ഈ പറഞ്ഞ പ്രദേശം, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പ്രദേശം, ചെക്കോസ്ലോവാക്കിയയുടെ പ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പൊ അവിടെ കുറെ ജർമ്മൻ വംശജർ താമസിക്കുന്നുണ്ട്. ഇതാണ് ജർമ്മനി അതിന് അവരുടേതാണ് എന്ന് പറയാനുണ്ടായ കാരണം. പിന്നീട് എന്താ സംഭവിച്ചത്? 1939 തന്നെ ജർമ്മനി ചെക്കോസ്ലോവാക്കിയെ പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചെക്കോസ്ലോവാക്കിയയിൽ അധിവസിച്ചിരുന്ന 3.25 ലക്ഷം ജൂതന്മാരെ അവര് ഗിലറ്റിന് വിധേയമാക്കി, അവര് കൊന്നുകളഞ്ഞു. മാത്രമല്ല, പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗിദയോൻ സാർ പറയുന്നത് ഇസ്രായേൽ cannot be the modern ചെക്കോസ്ലോവാക്കിയ ഓഫ് ദ 21st സെഞ്ചുറി എന്ന് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ചെക്കോസ്ലോവാക്കിയ സംഭവിച്ച അതേ കാര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ പാലസ്തീനികൾക്ക്, അറബികൾക്ക് ഒരു പാലസ്തീൻ രാജ്യം അനുവദിച്ചു കൊടുത്താൽ അവർ ബാക്കിയുള്ള ഇസ്രായേൽ കൂടെ വിഴുങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നത്, we won't allow a jihadist terror state in the heart of our ancient homeland. We won't allow a Hamas terror state to be formed just a few kilometers away from our population centers. Israel will not be the Czechoslovakia of 21st century. We won't sacrifice our own existence for the sake of the appeasement of these countries. We won't give up our basic interests for the sake of internal politics of certain countries that lost control over their own streets, but still arrogantly presume to decide for us what is good for our security. അതായത് സ്വന്തം രാജ്യത്തിലെ തെരുവുകളുടെ മേലെ നിയന്ത്രണമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങള് ഇസ്രായേൽ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അനുവദിക്കാനാവില്ല എന്നാണ് ഇദ്ദേഹം ശക്തമായ ഭാഷയിൽ പറയുന്നത്. അദ്ദേഹം ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി വോണ്ട് ഗിവ് അപ്പ് അവർ ബേസിക് ഇൻട്രസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇന്റേണൽ പോളിറ്റിക്സ് ഓഫ് സർട്ടൻ കൺട്രീസ് ദാറ്റ് ലോസ്റ്റ് control over their own streets, but still arrogantly pursue to decide for us what is good for our security. സ്വന്തം രാജ്യത്തെ തെരുവുകളുടെ മേലെ നിയന്ത്രണമില്ലാത്തവരാണിവർ. ഇദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളെ അടച്ചാക്ഷേപിക്കണം. വളരെ ശരിയാണ്. ബ്രിട്ടന്റെ പല ഭാഗത്തേക്കും ബ്രിട്ടീഷ് അതോറിറ്റീസിന് പോകാൻ പറ്റില്ല. ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. തെരുവുകളിൽ നിസ്കരിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിലെ യാത്ര അനുവദിക്കാതിരിക്കുന്നു. ഫ്രാൻസിലും ഇതേ കാര്യം നിലവിലുണ്ട്, ജർമ്മനിയിൽ ഇതേ കാര്യം നിലവിലുണ്ട്, മാൾട്ടയിൽ ഇതേ കാര്യം നിലവിലുണ്ട്. ഇത്തരം രാജ്യങ്ങൾ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ വരേണ്ട എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. The French, British, Canada and the Malta rhetoric is aimed at domestic audience and unlikely to change realities. ഇത് ഇവരുടെ ഈ ഒരു റെട്ടറിക്, ഈ പ്രസംഗം എന്ന് പറയുന്നത് ഇവരുടെ ഡൊമസ്റ്റിക് ഓഡിയൻസ് അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ, ഇവരുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായി തീർന്നിരിക്കുന്നു. അപ്പൊ ഈ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായി തീർന്നിട്ടുള്ള ജനസംഖ്യയിലെ ആളുകളെ അപ്പീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള പാർലമെന്റ് അംഗങ്ങള്, ഇവിടുന്ന് ഒന്നാന്തരം സഹാക്കള് പാർലമെന്റിൽ പോയിട്ട് മലയാളത്തിൽ പ്രസംഗിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് അംഗം പാർലമെന്റിൽ കിടന്ന് മലയാളത്തിൽ ഘോരഘോരം ഹിന്ദിക്കാരോട് പ്രസംഗിക്കുകയാണ്. ഹിന്ദിക്കാർക്ക് മനസ്സിലായാലും നമുക്കറിയാം. ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒച്ച ഉണ്ടാക്കുന്നത്? അവര് മനസ്സിലാക്കുന്നത് അവരിവിടെ കക്കുകളി നാടകം കളിച്ച് ആക്ഷേപിക്കുന്ന ക്രിസ്ത്യാനികളെ പാർലമെന്റിൽ പോയിട്ട് അവിടെ ഹിന്ദിക്കാരെ ചീത്ത വിളിച്ചിട്ട് ഇവിടുത്തെ മലയാളികളെ അപ്പീസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമാണ് അവിടെ പാർലമെന്റിൽ കിടന്നുകൊണ്ട് മലയാളത്തിൽ പ്രസംഗിക്കുന്ന, മലയാളത്തിൽ അവിടെയുള്ള ആളുകളോട് പ്രസംഗിച്ച് ശ്രദ്ധ നേടുന്ന മാർക്സിസ്റ്റ് ആളുകൾ ശ്രമിക്കുന്നു. അതേ പണിയാണ്
ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവിടെ പിന്നെ ഇസ്രായേലില് പാലസ്തീൻ രാജ്യം അംഗീകരിക്കണം എന്ന ഒരു റിട്ടറിക്, ഒരു 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 അവകാശവാദം ഇവർ ഉന്നയിക്കുകയാണ്. അപ്പൊ ആ പരിപാടി നിങ്ങളുടെ സ്ട്രീറ്റുകളിൽ പോലും നിയന്ത്രണമില്ലാത്ത നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വരണം, ഞങ്ങളുടെ രാജ്യത്തിന് എന്താണ് നല്ലത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാമെന്നാണ്. ഇത് 2001 ഇതേ കാര്യം സംഭവിച്ചിട്ടുണ്ട്. 2001 ഈ ട്വിൻ ടയർ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ആ സമയത്ത് ഇവിടെ സെക്കൻഡ് ഇൻതിഫാദ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ പാലസ്തീനികള് കല്ലും തടിയും കത്തിയും അതുപോലെ പിന്നെ സൂയിസൈഡ് ബോംബും ഉപയോഗിച്ച് ജൂതന്മാരെ നേരിട്ട പ്രോസസ്സുകളുടെ പേരാണ് ഇൻതിഫാദ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഇൻതിഫാദ എന്ന് പറയുന്നത് ഈ 2000 ക്യാമ്പ് ഡേവിഡ് പരാജയമായതോടെ പാലസ്തീനികളും ഇസ്രായേൽക്കാരും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. വ്യക്തികൾ തമ്മിൽ, സിവിലിയൻസ് തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏരിയൽ ഷാരോൺ അന്ന് അലസ്ക മോസ്ക് അവിടെ വിസിറ്റ് ചെയ്തു. അത് വലിയ ഒരു പ്രകോപനമാവുകയും ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന അറബികള് ഇസ്രായേൽക്കാർക്ക് നേരെ തിരിയുകയും അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ചാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നീട് എസ്കലേറ്റ് ചെയ്തു. അപ്പൊ ഇസ്രായേൽ പട്ടാളം അതിനെ നേരിട്ടു, പാലസ്തീനുകളെ വെടിവെക്കാൻ തുടങ്ങി, അറബികളെ വെടിവെക്കാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ സൂയിസൈഡ് ബോംബേഴ്സായിട്ട് ഇസ്രായേൽ പ്രവേശിക്കുകയും അങ്ങനെ ധാരാളം മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒറ്റ വർഷത്തിനുള്ളിൽ 2001 വർഷത്തിൽ മാത്രം ഏകദേശം 150 സൂയിസൈഡ് ബോംബുകളാണ് ഇസ്രായേലിൽ പൊട്ടിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 3000-ഓളം പാലസ്തീനുകളും 1500-ഓളം ഇസ്രായേൽക്കാരും മരിച്ചു. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ സംഘർഷമായി നിൽക്കുമ്പോഴാണ് 2001 ട്വിൻ ടവേഴ്സ് ആക്രമണം വരുന്നത്. അപ്പൊ ഈ ട്വിൻ ടവേഴ്സ് ആക്രമണം വരുമ്പോൾ അൽ ഖയ്ദയ്ക്കെതിരായിട്ട് അറബ് രാജ്യങ്ങളുടെ ഒരു കോalition ഉണ്ടാക്കണമെന്ന് ബുഷിന് തീരുമാനമായി. അപ്പൊ ഈ അറബ് രാജ്യങ്ങളുടെ കോalition അൽ ഖയ്ദയ്ക്കെതിരായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പാലസ്തീനിലെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം, എന്നാൽ മാത്രമേ അറബ് രാജ്യങ്ങൾ സഹകരിക്കുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏരിയൽ ഷാരോനോട് ഈ പിന്നെ ജോർജ് W. ബുഷ് പറയുന്നത്, നിങ്ങൾ ഈ പാലസ്തീനിലെ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, വെടിനിർത്ത്, ഞങ്ങള് പിന്നെ ഈ അറബ് രാജ്യങ്ങളുടെ ഒരു കോalition ഉണ്ടാക്കട്ടെ. ആ സമയത്ത് ഏരിയൽ ഷാരോൺ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ് ഓഫ് 1938 when the enlightened democracies of Europe decided to sacrifice Czechoslovakia for comfortable temporary solution. അപ്പൊ അന്ന് അദ്ദേഹം ഏരിയൽ ഷാരോൺ ജോർജ് W. ബുഷിനോട് പറഞ്ഞിരുന്നു, നിങ്ങള് അന്ന് 1938 ഉണ്ടാക്കിയ ഒരു കംഫർട്ടബിൾ സൊല്യൂഷൻ ഉണ്ടല്ലോ, എൻലൈറ്റഡ് ഡെമോക്രസീസ്, വലിയ ഡെമോക്രസികളാണ് എന്ന് പറയുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ ചേർന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അന്ന് യൂറോപ്പിൽ അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യയ്ക്ക് എന്ത് പ്രശ്നമാണോ ഉണ്ടാക്കിയത് അത് ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കും എന്ന് ഏരിയൽ ഷാരോൺ അന്ന് ജോർജ് W. ബുഷിനെ വാൺ ചെയ്തതാണ്. പക്ഷെ ബുഷ് സമ്മതിച്ചില്ല. അങ്ങനെയാണ് 2005 പിന്നെ ഒരു എഗ്രിമെന്റ് ബിറ്റ്വീൻ പാലസ്തീൻ അതോറിറ്റി, അതിന് പിന്നെ കാർമ്മികത്വം വഹിച്ചത് ഈജിപ്തും ജോർദാനുമാണ്. ഈജിപ്തിന്റെ ജോർദാന്റെയും സാന്നിധ്യത്തില് പാലസ്തീൻ അതോറിറ്റിയും ഏരിയൽ ഷാരോണും തമ്മിൽ സംസാരിച്ച് വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും അതിന്റെ ഭാഗമായിട്ടാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പട്ടാളം പിൻവലിയുന്നത്. അങ്ങനെ ഇസ്രായേൽ പട്ടാളം പിൻവലിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഇവര് ഈ ആക്രമണം കാണിക്കുന്നത്. അന്ന് അവർ 2005 ഇസ്രായേൽ പട്ടാളം ഗാസയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നില്ലെങ്കിൽ ഇന്ന് 2023 ഒക്ടോബർ 7 ഈ കടന്നുകയറ്റം ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഗദയോൻ സാറ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഹമാസ് കയറി അടിക്കുന്നത് 2005 ഇത് സംഗതി ഉണ്ടാകുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവര് ഇവിടെ കയറിയിട്ട് ഈ സംഗതി ഉണ്ടാക്കുന്നത്. ഇനി ഈ പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ UN ജനറൽ അസംബ്ലിയിൽ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിലും UN ജനറൽ അസംബ്ലിക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാനും സാധിക്കില്ല. പിന്നെ അങ്ങനെ ഒരു പ്രൊവിഷനും ഇല്ല. ഇനി അങ്ങനെ ഒരു സംഗതി വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതിനെ വീറ്റോ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവർ ഈ വലിയ പ്രചരണം കൊണ്ട് ഇസ്രായേലിനെ ഒരു മറ്റു രാജ്യങ്ങളിൽ കയറി ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്, ആളുകളെ കൊല്ലുന്നവരാണ്, ആളുകളെ ഒപ്രസ് ചെയ്യുന്നവരാണ്. ഇവരുടെ നിവൃത്തികേട്, ഇവരുടെ രാജ്യത്ത് കയറി ഹമാസ് കാണിച്ച ഈ ഒരു ആക്രമം, ജിനോസൈഡ്, അത് കാണിക്കാതെ, അത് പുറത്തു പറയാതെ ഇസ്രായേലിന്റെ പ്രവർത്തികളെ മുഴുവൻ ഇവർ രാജ്യത്തിന്റെ മുൻപിൽ, ലോകത്തിന്റെ മുൻപിൽ മുഴുവൻ പ്രൊജക്ട് ചെയ്യുക വഴി ഇസ്രായേൽ ഒരു മുൻ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള എർദൻ പറയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിൻ, ഇത്തരത്തിലുള്ള ഒരു നുണപ്രചാരണം, അത് ശരിക്കും ടാങ്കുകളെക്കാൾ ദൂഷ്യം ചെയ്യുന്ന സംഗതിയാണ്. അതായത് ഒരു മിലിറ്ററി ടാങ്കിനേക്കാൾ ദൂഷ്യം ചെയ്യുന്ന സംഗതിയാണ്. ഏത് പ്രസ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്താലും ടാങ്കുകളിൽ ഗാസയിൽ മൂവ് ചെയ്യുന്ന ഇസ്രായേൽ മിലിറ്ററിയെ കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരൊറ്റ ഫോട്ടോയിൽ പോലും ഹമാസിനെ കാണാൻ സാധിക്കില്ല. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജനങ്ങളുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നവരാണ്. അപ്പൊ ഒളിച്ചു നിൽക്കുന്ന ഹമാസിനെ ആരും കാണാതിരിക്കുകയും
ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് നിരായുധരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ നീങ്ങുന്ന ഇസ്രായേൽ ടാങ്കുകളാണ്. അപ്പൊ എല്ലാവരും പറയും ഇസ്രായേൽ സാധാരണ ജനങ്ങളെ കൊല്ലുകയാണ്. ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്ന ഹമാസിനെ എക്സ്പോസ് ചെയ്യുവാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നാണ് ഈ ഫോർമർ ഇസ്രായേലി ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള എർദൻ പറയുന്നത്. ഇസ്രായേൽ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ഹമാസിനെയും ഹെസ്ബുള്ളയെയും ഇവരെയൊക്കെ താങ്ങുന്ന ഇറാനെയും അവരെയാണ് വാസ്തവത്തിൽ അവരെ എക്സ്പോസ് ചെയ്യുക എന്നൊരു കാര്യം കൂടി യുദ്ധത്തിന്റെ കൂടെ ചെയ്യേണ്ടതുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ മുൻപിൽ മറപിടിച്ച് സ്ത്രീകളെ മുൻപിൽ മറപിടിച്ച് യുദ്ധം ചെയ്യുകയും ഇതുപോലെ ഏതെങ്കിലും ആശുപത്രിയിലൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്കിവിടെ പട്ടിണിയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ഈ പറയുന്ന സമൂഹത്തെ, ഈ പറയുന്ന ഭീകരവാദികളെ, ഹമാസിനെ, ഹിസ്ബുള്ള, ഇറാനെ, ഇവരെ പൊതുസമൂഹത്തിന് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ മുമ്പ് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിൻ കൂടി ഇസ്രായേൽ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറയുന്ന ഈ ഒരു ഡിപ്ലോമാറ്റ് ഇപ്പോൾ അഭിപ്രായമായിട്ട് പറയുന്നത്. ഗദേവൻ സാറ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. പൊട്ടിത്തെറിക്കുമ്പോഴും ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. കാരണം ട്വിറ്ററിലൂടെ, യൂട്യൂബിലൂടെ, മറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ 200 കോടി വരുന്ന ഇസ്ലാമിക സമൂഹം ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവര് മറ്റുള്ളവരുടെ സ്റ്റേറ്റ് ഓക്യുപ്പൈ ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നവരാണ്, മറ്റുള്ളവരെ കുട്ടികളെ കൊല്ലുന്നവരാണ്. എന്നിട്ട് ഇവര് അതിനുവേണ്ടി പട്ടിണി കിടക്കുന്ന പാവങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രങ്ങൾ എടുത്ത് മുൻപിൽ വെക്കുന്നു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതിനെ എതിർക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് ലോകത്തിന് മുൻപിലുള്ള പരാജയം എന്നാണ് ഈ ഡിപ്ലോമാറ്റിക് സർക്കിളുകളിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം ആളുകൾ, എർദാനെ പോലത്തെ ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത് വാസ്തവമാണ്. കാരണം അവർ യുദ്ധത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ലോകം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ശരിയായത് ചെയ്യും എന്നുള്ള ഒരു നീക്കത്തിലൂടെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത് ഇന്ന് ഇസ്രായേൽ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വലിയ നുണപ്രചരണത്തെ അവർക്ക് നേരിടാൻ കഴിയാതെ വരിക വഴി അവരുടെ സൗഹൃദ രാജ്യങ്ങൾ തന്നെ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. കാരണം ഈ യുദ്ധം അങ്ങ് പരിസമാപ്തിയിൽ നിൽക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന ക്യാമ്പയിൻ കൊണ്ട് അവിടെ താൽക്കാലികമായി 3 ഏരിയകൾ വെടിനിർത്തൽ ഉണ്ടാക്കിയെടുക്കാൻ ഹമാസിന് സാധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് UN ഏജൻസികൾക്ക് ഭക്ഷണ സപ്ലൈക്കുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. UN ഏജൻസികളുടെ കയ്യിലെത്തുന്ന ഭക്ഷണം സൈഫൺ ചെയ്തതുപോലെ ഹമാസിന്റെ ടണലുകളിലേക്കാണ് ഒഴുകുക എന്നുള്ളത് 100% നിശ്ചയമാണ്. അപ്പൊ അവർ വീണ്ടും അവരുടെ ടണലുകൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടും മറ്റ് വസ്തുക്കൾ കൊണ്ടും നിറയ്ക്കുകയും ഹമാസ് വീണ്ടും പുതിയ യുദ്ധം ഇസ്രായേലിനോട് ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന് നെറ്റ് ഇഫക്റ്റിൽ വരുന്ന കാര്യം. ഇത് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റീവ് വിറ്റ്കോഫ് അവിടെ നേരിട്ട് വന്ന് പരിശോധന നടത്തുകയും അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തത്. ഇവിടെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നും വാസ്തവത്തിൽ ഇസ്രായേൽ പട്ടാളം ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളില്ല. അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളുടെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്ന ഹമാസ് ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇത് ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതും ഒരു വസ്തുതയാണ്. യുദ്ധത്തിൽ ശ്രദ്ധിക്കുക മാത്രമല്ല, എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഒരു ജൂത സമൂഹത്തിന്, വെറും 1.6 കോടി മാത്രം വരുന്ന ഒരു ജൂത സമൂഹത്തിന് 200 കോടി വരുന്ന വലിയ ഒരു ജനസഞ്ചയത്തോട് ഇൻഫർമേഷൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്.